ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. നമ്മളങ്ങനെ നമ്മുടെ യാത്ര തുടർന്ന് നമ്മൾ കോട്ടയിലെത്തിയിരിക്കുകയാണ്. കോട്ട സ്റ്റേഷനാണ്. കോട്ടയിൽ നിന്ന് ആ സമയം 6:46, ഒരു 6:43 ഇവിടെ എത്തിയിട്ടുണ്ടാവും. നമ്മളിവിടുന്ന് 6:55 പോകുള്ളൂ. അപ്പോൾ ചുമ്മാ ഒന്ന് ഫ്രണ്ടിൽ പോയി നമ്മൾ ഇത്ര നേരം വിളിച്ച ലോക്കം കൂടെ ഒന്ന് കണ്ടേക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന 12431 തിരുവനന്തപുരം ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ്. നമ്മൾ ഈ ട്രെയിനിൻ്റെ ഫസ്റ്റ് AC യിലാണ് യാത്ര ചെയ്യുന്നത്. H1 കോച്ചിലാണ് നമ്മൾ. ഇതാണ് നമ്മളിവിടെ വരെ കൊണ്ടുവന്ന ലോക്കോ 37866. ഇതേ ലോക്കോ തന്നെയാണ് ഇനി മുന്നോട്ടും ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ നമ്മൾ കൊണ്ടുപോകാം. നമ്മുടെ ലോക്കോൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ട്രെയിനിന് മാത്രമാണ്, ലോക്കോന് ഇത് CTS ആണ്. ലോക്കോ വൃത്തിയാക്കുന്നുണ്ട്. കാര്യം രാത്രി മൊത്തം ഓടി മഴയുണ്ടായിരുന്നു രാത്രിയിൽ. അപ്പോൾ അതുപോലെ പ്രാണികളൊക്കെ അടിച്ച് ഗ്ലാസ് ഭയങ്കര വൃത്തിയാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ക്ലീനിങ് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സിഗ്നലായാലും വണ്ടി എടുക്കരുതെന്നുള്ളതിന് ഇവിടെ ഒരു സ്റ്റോപ്പ് CNW ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ ബോർഡിന് അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നൽ കിട്ടിയാലും CNW സ്റ്റാഫ് പണിയെടുക്കുന്നതുകൊണ്ട് വണ്ടി എടുക്കരുതെന്നാണ് ഈ ബോർഡ് മാറ്റുന്നവരെ. കാര്യം വാട്ടറിംഗ് ഒക്കെ നടക്കുന്നുണ്ട്, ലോക്കോ ക്ലീൻ ചെയ്യുന്നുണ്ട്, സാൻഡിങ് നടക്കുന്നുണ്ട്. സാൻഡ് ഇട്ടിട്ട് തിരിച്ച് ആൾ കയറി വരുന്നുള്ളൂ. കുറേ പണി ഇവിടെ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ ടെറിട്ടറിയിലാണ്. വെസ്റ്റ് സെൻട്രൽ റെയിൽവേ. നമ്മളിനി വെസ്റ്റ് സെൻട്രൽ റെയിൽവേ ടെറിട്ടറിയിൽ നിന്ന് എൻ്റെ ഓർമ്മ ശരിയായി നമ്മൾ നേരെ നോർത്തേൺ റെയിൽവേയിലേക്ക് കയറുകയുള്ളൂ. ഇടയ്ക്ക് വേറെ റെയിൽവേ ഒന്നും ഇല്ലെന്ന് തോന്നുന്നത്. നോർത്ത് സെൻട്രൽ റെയിൽവേ വരുമെന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ. ഇതൊക്കെയാണ് ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ. ഞാൻ ഒരു 6 മണിയൊക്കെ പോകണമെന്നായിരുന്നു. പോകണമെന്ന് അങ്ങനെ കിടന്നു. പിന്നെ ഒന്ന് ഫ്രഷപ്പൊക്കെ ആയി എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ട്രെയിൻ കോട്ട സ്റ്റേഷനിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ പിന്നെ ഇവിടെ മുതൽ അങ്ങോട്ടുള്ള കവറേജ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാം. നമുക്കിതിനകത്ത് നമ്മുടെ കുറച്ച് സ്ട്രെച്ചസ്, അതായത് കോട്ട ടു രത്ലാമുള്ള സ്ട്രെച്ചൊക്കെ നമുക്ക് മിസ്സായിപ്പോയി. അതൊക്കെ ഇരുട്ടത്തായിരുന്നു. രത്ലാമൊക്കെ കറക്റ്റ് സമയത്തെത്തിയായിരുന്നു. അപ്പോൾ ആ സ്ട്രെച്ച് നമ്മൾ പിന്നീട് മറ്റൊരു യാത്രയിൽ നമ്മളത് കവർ ചെയ്യുന്നതായിരിക്കും. ഇത് H2-ന് പാതി. ഇത് സാധാരണ ഡോർ കേട്ടോ, അത് മറ്റേ ഓട്ടോമാറ്റിക് ഡോറല്ല. ഓട്ടോമാറ്റിക് ഡോർ തുറക്കാൻ ഭയങ്കര പാടാണ്. ഓപ്പോസിറ്റ് ലൈനിൽ ഏതൊരു ട്രെയിൻ കയറി വരുന്നുണ്ട്, ഒന്ന് കവർ ചെയ്തേക്കാന്ന് വെച്ചു. ഇതാണ് കോട്ട സ്റ്റേഷൻ്റെ മറുപുറം. (30719) വഡോദര ഷെഡിൻ്റെ ബാൻഡ്ര ടെർമിനസ് ഹിസാർ, ബാൻഡ്ര ടെർമിനസ് രാംനഗർ. ഇതിലിപ്പോൾ ഏതാണ് ഓടുന്നതെന്ന് എനിക്കറിയില്ല. നമ്മുടെ കോച്ചിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുക. അവർ ഓഫ് ചെയ്തിട്ടില്ല ഇത്രയും നേരമായിട്ട്. വെള്ളം ഓവർഫ്ലോ പൊക്കോണ്ടിരിക്കുകയാണ്. കണ്ടോ? അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടർ ആയിട്ടുണ്ട് കേട്ടോ. സമയം 6:52 ആയിട്ടുള്ളൂ. ഇനി 3 മിനിറ്റും കൂടി ഉണ്ട് വണ്ടി പുറപ്പെടാൻ. സ്റ്റാർട്ടർ ആയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ വർക്ക് നടക്കാമെന്ന് കാര്യം അവിടെ ഇവിടെയൊക്കെ കെട്ടി അടച്ചിട്ടൊക്കെ ഉണ്ട്. സ്റ്റേഷനിൽ മൊത്തത്തിൽ വെളിച്ചം കുറവാണ്. നമ്മൾ വടക്കോട്ടെത്തി. സ്റ്റേഷനിലൊക്കെ വൃത്തി കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ സൗത്തിലൊന്നും ഇങ്ങനത്തെ ഇത്രയും വൃത്തിയായിട്ട് നമുക്ക് സ്റ്റേഷൻ കാണാൻ പറ്റില്ല. ഇവിടെയൊക്കെ സ്റ്റേഷനൊന്നും നമ്മുടെ സൗത്തിലോട്ടൊക്കെ, നമുക്ക് സൗത്ത് എന്ന് പറയുന്നത് കേരളത്തിലൊക്കെ, അറ്റ്ലീസ്റ്റ് കേരളത്തിലെ തമിഴ്നാട്ടിലൊക്കെ പ്ലാറ്റ്ഫോംസ് രാത്രി വെള്ളമൊഴിച്ച് കഴുകുന്ന കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ട് ആ പരിപാടിയൊന്നുമില്ല. അപ്പം നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ടിരിക്കാം. നമ്മുടെ ചായ വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടില്ല കേട്ടോ. അല്ല, ബ്രേക്ക്ഫാസ്റ്റ് മറ്റേ പേപ്പർ വന്നിട്ടില്ല കേട്ടോ. ചായ വന്നിട്ടുണ്ട്. മോർണിംഗ് ചായ പറ്റിയൊന്നും പറയാനില്ലല്ലോ. മോർണിംഗ് ചായക്കകത്ത് ബേസിക്കലി ചായ ഉണ്ട്, മീൻസ് കപ്പുണ്ട്, ഫ്ലാസ്കിനകത്ത് ചൂടുവെള്ളമുണ്ട്, ചായയുടെ സാമഗ്രികളുണ്ട്, ബിസ്ക്കറ്റുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കോട്ട ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാം കേട്ടോ. ഇപ്പോൾ 6:57 6:55 അനങ്ങി തുടങ്ങിയായിരുന്നു. അപ്പുറത്തൊരു പിറ്റ് ലൈൻ ഉണ്ട് കേട്ടോ. ഒരു ചെറിയ പിറ്റ് ലൈൻ ഉണ്ട്. എനിക്കൊന്ന് പാസഞ്ചർ ട്രെയിനുകളൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇവിടെ. കോട്ട ബേസ്ഡ് ആയിട്ടൊരു ജൻശതാബ്ദി എക്സ്പ്രസ് ഉണ്ട് എൻ്റെ അറിവിൽ. ഇപ്പം നമ്മളങ്ങനെ കോട്ട ജംഗ്ഷനിൽ പുറപ്പെട്ടു. ഞാൻ ഈ ചായ കുടിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ ഡോറിലേക്ക് ഞാൻ പോകും. നമ്മുടെ ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഹസ്രത്ത് നിസാമുദ്ദീനാണ്. ഇതിനിടയ്ക്ക് നമുക്ക് വേറെ എവിടെയും സ്റ്റോപ്പില്ല. ഇടയ്ക്ക് മധുര ജംഗ്ഷൻ പോലത്തെ സ്റ്റേഷൻസൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തു പോകും. നമുക്കതൊക്കെ കാണാം. ഒരു റെയിൽവേ ലൈൻ തിരിഞ്ഞു പോകുന്നുണ്ട്. എങ്ങോട്ട് പോകുന്നതെന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ നോക്കിയില്ല. ജസ്റ്റ് നമ്മൾ കോട്ടയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ.
കോട്ട വിട്ടപ്പോൾ പൊളി തുടങ്ങിയിട്ടുണ്ട്. 130 kmph ഫ്ലാറ്റ് ഔട്ട്. ഈ സ്പീഡിന് നമുക്കിനി ഡൽഹി വരെ. അപ്പോൾ നമ്മളങ്ങനെ കോട്ട കഴിഞ്ഞ് പൊക്കോണ്ടിരിക്കുക കേട്ടോ. കോട്ടയിൽ നിന്ന് ഇവിടേക്ക് നമ്മുടെ ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് ഏകദേശം 450 കിലോമീറ്ററിന് മേലെ ദൂരമുണ്ട് നോൺ സ്റ്റോപ്പ് റണ്ണ്. അതും ഈ 450 ചില്ലറ കിലോമീറ്റർ ദൂരം ഒറ്റ ക്രൂ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർക്ക് 5.5 മണിക്കൂറാണ് അവരുടെ ഡ്യൂട്ടി. ഇവിടെയൊക്കെ റീസെൻ്റ്ലി മഴ പെയ്തിട്ടുണ്ട്. അതിൻ്റെ എഫക്റ്റ് കാണാനുണ്ട്, മഴയുടെ എഫക്റ്റ് കാണാനുണ്ട്. വെള്ളം അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. സ്പീഡ് റെസ്ട്രിക്ഷൻസിന് വേണ്ടി സ്പീഡ് കുറച്ചു എന്നല്ലാണ്ട് എവിടെ വണ്ടി നിർത്തിയിട്ടില്ല കേട്ടോ കോട്ടവട്ടപ്പിന്. ഈ റൂട്ട് ഞാൻ ചുമ്മാ ഒന്ന് ക്രോസിങ്സ് ചുമ്മാ ഒന്ന് എടുത്തു നോക്കിയായിരുന്നു. ഈ റൂട്ടിൽ കാര്യയുടെ ക്രോസിങ്സ് ഒന്നും നമുക്കില്ല. സവായ് മാധോപൂർ വരെ നമ്മൾ ഒറ്റയ്ക്ക് റണ്ണിങ് ആണ്. സവായ് മാധോപൂർ കഴിഞ്ഞാൽ ഒരുപാടുണ്ടെന്നാലും 1-2 ക്രോസിങ് എടുത്തുള്ളൂ. അതേസമയം നമ്മൾ മറ്റേ റൂട്ട് വഴി, നമ്മൾ ഗ്വാളിയർ റൂട്ട് വഴി പോകുന്നുണ്ടെങ്കിൽ രാവിലെ ചറപറ ക്രോസിങ്സ് ആണ്. കാര്യയുടെ വന്ദേ ഭാരത്തുകളും പിന്നെ മറ്റേ താജ് എക്സ്പ്രസ്, പിന്നെ ഗതിമാന്, ശതാബ്ദി, ചറപറ ട്രെയിനുകളാണ് അത്. ഇവിടെ ഈ റൂട്ടിൽ അത്രയും വണ്ടികളില്ല കേട്ടോ രാവിലെ. ഈ റൂട്ടിലെ വണ്ടിയുടെ മെജോറിറ്റി രാവിലെ ടുവേർഡ്സ് ഡൽഹിയാണ്. അപ്പം നമ്മുടെ മുന്നിൽ നമ്മുടെ പുറകിലായിട്ട് ബാലേ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഫോറസ്റ്റ് റീജിയൻ ആണെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാര്യം പിന്നെ അപ്പുറത്ത് പാരലായിട്ട് പോകുന്നൊരു ഹൈവേ ഉണ്ട്. ആ ഹൈവേയുടെ സൈഡിൽ അതവിടെ കാണുന്നുണ്ടോ ഹൈവേ? ആ ഹൈവേയുടെ സൈഡിൽ പൊക്കത്തിൽ മതിൽ കെട്ടിയിട്ടുണ്ട് അവർ, സൈഡ് മൊത്തം. അപ്പോൾ ഇത് ഫോറസ്റ്റ് വല്ലതാണോ എന്നൊരു സംശയം. പക്ഷേ ഇപ്പോഴത്തെ കൃഷിയും കാണാനുണ്ട്. അതുകൊണ്ട് എനിക്കങ്ങോട്ട് ഫുള്ള് കൺഫ്യൂഷൻ ആവുകയാണ്. രാവിലെ തന്നെ ഇവിടെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ സ്വെറ്റർ ജാക്കറ്റ് ഒന്നും എടുത്തിട്ടുമില്ല. അവിടെ ട്രാക്ക് മെയിൻ്റനൻസ് നടക്കണം. അപ്പോൾ ബ്ലോക്ക് ടൈമാണെന്ന് തോന്നുന്നു ഇവിടെ. ലൈൻ ബ്ലോക്കിന് സമയമായിരിക്കും. അപ്പം നമ്മളിനി ഇവിടെ വെറുതെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. അല്പം മുമ്പ് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ മനസ്സിലായത് ആ മലകൾക്കിടയിലാണ് രൺതംബോർ എന്നാണ് എനിക്ക് മനസ്സിലായത്. രൺതംബോർ ഫോർട്ടാണെന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ നല്ലോണം മഞ്ഞ് മൂടി കിടക്കണം, കാണാൻ പറ്റുന്നില്ല ക്ലിയറായിട്ട്. ഇപ്പോൾ സവായ് മാധോപൂർ ജംഗ്ഷനോട് അടുക്കുകയാണ്. സവായ് മാധോപൂർ ജംഗ്ഷൻ സ്റ്റോപ്പില്ല. അപ്പോൾ അതിൻ്റേതായ സ്ലോ ഡൗൺ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ലോണം മേഘങ്ങളുണ്ട് കണ്ടോ. ഇപ്പോൾ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി ഞാൻ ഈ റൂട്ട് വഴി, ഈ കോട്ട ഹസ്രത്ത് നിസാമുദ്ദീൻ റൂട്ട് വഴി ഞാൻ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നത് 2009 2009 എനിക്കൊന്ന് ജൂലൈ മാസമാണെന്ന് എനിക്ക് തോന്നുന്നത്, ഈ ഉറപ്പില്ല. ജൂണോ ജൂലൈ മറ്റുമായിരുന്നു. അന്ന് നമ്മുടെ കേരള സമ്പർക്ക് ക്രാന്തിക്കാണ് പോയത്. അന്ന് സദേൺ റെയിൽവേ ട്രെയിനാണ് കേരള സമ്പർക്ക് ക്രാന്തി. അതിന് പോയപ്പോഴായിരുന്നു. ആ യാത്രയിൽ പോകുമ്പോഴും ഇതേപോലെ എവിടെയായിരുന്നു എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല, നല്ല മഴയുണ്ടായിരുന്നു കോട്ടയൊക്കെ കഴിഞ്ഞിട്ട്.
അന്നും എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ കേരള സമ്പർക്രാന്തിക്ക് കോട്ടയം മുതൽ ഡൽഹി വരെ നോൺ സ്റ്റോപ്പ് റണ്ണായിരുന്നു. എൻ്റെ ഒരു ഓർമ്മ 2009 കാലഘട്ടത്തിലാണിത്. നല്ല ഭംഗിയുണ്ട്. നമ്മളിപ്പോൾ രാജസ്ഥാനിൽ കൂടെയാണ് പോകുന്നതെന്ന് ആരും വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമോ? രാജസ്ഥാനിൽ ഇങ്ങനെ ഒരു പൊക്കമുണ്ട്. ഇവിടെ ആക്ച്വലി കുറച്ച് ദിവസം മുമ്പ് ഫ്ലഡൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ലെഫ്റ്റ് സൈഡിലെ കാഴ്ചകൾ. നമ്മൾ സവായ് മാധോപൂർ ടൗൺ എത്താറായെന്ന് തോന്നുന്നു. അതിൻ്റെ ആയിരിക്കും മിക്കവാറും സ്പീഡ് റെസ്ട്രിക്ഷൻ. കാര്യം ഒരുപാട് വീടുകളൊക്കെ കണ്ടു തുടങ്ങി. മിക്കവാറും നമ്മൾ സവായ് മാധോപൂർ എത്തുന്നുണ്ടാവും. കാരണം ഇവിടെയൊക്കെ വെള്ളക്കെട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ വെള്ളം ഫ്ലഡായിട്ടുണ്ടായിരുന്നു. ഫ്ലഡായിരുന്നു എന്നാണ് ഞാൻ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായത്. ഈ സവായ് മാധോപൂർ എന്ന് പറയുന്നത് രൺതംബോർ ടൈഗർ റിസർവിനടുത്താണ്. അപ്പോൾ രൺതംബോറിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഉള്ള റെയിൽ ഹെഡാണ് സവായ് മാധോപൂർ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ല, മലകൾക്കപ്പുറത്താണ് രൺതംബോർ എന്നാണ് എനിക്ക് ഗൂഗിൾ മാപ്പിൽ നിന്ന് മനസ്സിലായത്. രൺതംബോർ എന്ന് തന്നെ പറഞ്ഞൊരു സ്റ്റേഷനുണ്ട് സവായ് മാധോപൂർ. അതിന് അല്പം കൂടി മുന്നോട്ട് കയറിയിട്ടുണ്ട്. ഇതവിടെ ലെഫ്റ്റിലൊരു റെയിൽവേ ലൈൻ വരുന്ന കാണാം. ഈ റെയിൽവേ ലൈന് ജയ്പൂർ സൈഡിൽ നിന്ന് വരുന്നതാണ്. ജയ്പൂർ സൈഡിൽ നിന്ന് വന്ന് സവായ് മാധോപൂരിലോട്ട് പോകുന്നതാണ്. നമ്മുടെ മരുസാഗർ എക്സ്പ്രസ് ഒക്കെ ഇതുവഴിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമുക്ക് മരുസാഗർ എക്സ്പ്രസ്സിന് ഒരിക്കലൊരു എൻഡ് ടു എൻഡ് ട്രിപ്പ് അടിക്കണം. അപ്പോൾ നമുക്ക് ഈ ട്രാക്ക് വഴി പോകാം. സവായ് മാധോപൂർ സ്റ്റേഷൻ ജസ്റ്റ് മുന്നിലാണ്. നമുക്ക് സ്റ്റോപ്പില്ല. നമ്മൾ മെയിൻ ലൈൻ വഴി റൺ ത്രൂ ആണ്. ഇതാണ് സവായ് മാധോപൂർ ജംഗ്ഷൻ. ഷെഡൊക്കെ ഉണ്ട്. റോയപുരത്തിന് 30575 കിടക്കുന്നു അവിടെ. ഒരു മയമില്ലാതെ പറപ്പിക്കലാട്ടോ, ഒരു മയമില്ല. ഈ സെക്ഷനൊക്കെ ശരിക്കും എൻജോയ് ചെയ്യണമെങ്കിൽ ICF കോച്ച് ട്രെയിനിൽ വരണം. അതാകുമ്പോൾ നമുക്ക് 110 അല്ലേ പിടിക്കുള്ളൂ. ഫ്ലൈറ്റിനെ ലൂപ്പിലേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഏതോ വണ്ടി പുറകെ വരുന്നുണ്ട്. വെള്ളം കയറിയിരിക്കുക കണ്ടോ. ഇതെന്തിൻ്റെ കൃഷിയെന്ന് മനസ്സിലാവുന്നില്ല. എന്ത് കൃഷിയെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പേരയെല്ലാം തോന്നുന്നു കണ്ടിട്ട്, പേരയ്ക്കെല്ലാം തോന്നി. വേറെന്തോ ആണത്. ഇല കാണുമ്പോൾ ചെറിയൊരു പേരയ്ക്ക ചായ ഉണ്ടായിരുന്നു.
മക്കോലി എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. പൊളിയാണ് പാലം. ബനാസ് നദിയാണ്, ബനാസ് നദി. നല്ലോണം വെള്ളമുണ്ട് കേട്ടോ. നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്, 2 പാലത്തിനും സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇത് കൂടാതെ വേറെയും സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടോ, നമ്മൾ നല്ലോണം സ്പീഡ് കുറഞ്ഞു. പിന്നെ അപ്പോൾ ഫ്രണ്ട്സ്, ഈ ട്രിപ്പ് ഉണ്ടല്ലോ, ഈ ട്രിപ്പിനകത്ത് കുറച്ച് വെറൈറ്റി പറയാനുണ്ട്. ഈ ട്രിപ്പ് ശരിക്കും ഇങ്ങനെ അല്ലായിരുന്നു പ്ലാൻഡ്. ശരിക്കും നമ്മൾ ഇതിപ്പോൾ നമ്മൾ 4 തീയതിയാണ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടത്, സെപ്റ്റംബർ 4 തീയതി. ശരിക്കും ഞാൻ സെപ്റ്റംബർ 2 തീയതി പുറപ്പെടാനായിരുന്നു ഒറിജിനലി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ 2 തീയതി പുറപ്പെട്ടിട്ട് ഡൽഹിയിൽ വന്നിട്ട് ഡൽഹിയിൽ നിന്ന് വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലം, അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നാൽ ഒന്നില്ലെങ്കിൽ അജ്മീർ അല്ലെങ്കിൽ പിന്നെ ഷിംല, അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലം കൂടി എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ദിവസം, അതായത് ശനിയാഴ്ച തിരിച്ച് നാട്ടിലേക്ക് ട്രെയിൻ പിടിക്കാമെന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. ബനാസ് ഫ്ലഡ് ചാനൽ പാസ് ചെയ്യണം. എനിക്കൊരു നല്ലോണം വെള്ളമുണ്ടെന്ന് തോന്നുന്നു. എന്തോ കാരണമുണ്ട്, ട്രെയിനിന് സ്പീഡ് റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ല, വലുതായിട്ട് വെള്ളമൊന്നുമില്ല, റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ പാലത്തിനെ ബലപ്പെടുത്തിയിരിക്കുന്നുണ്ടോ, സിമെൻറ്റ് ബീമുകൾ ഉപയോഗിച്ചും. അത് പഴയൊരു സ്റ്റോൺ മേസണറി ബ്രിഡ്ജായിരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയായിരുന്നു എൻ്റെ പ്ലാന്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലം കൂടി പോവാം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴാണ് ആ പ്ലാനിങ് ഫേസിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഹിമാചലിലെ വെള്ളപ്പൊക്കം ഉണ്ടായത്. അപ്പോൾ ഹിമാചലിലെ വെള്ളപ്പൊക്കം മണാലി സൈഡിലായിരുന്നു, ഷിംല സൈഡിലല്ല. എന്നാലും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി. പിന്നെ അതുപോലെ രാജസ്ഥാനിലും വെള്ളപ്പൊക്കത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ കൂടുതലെടുത്തു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ നമ്മൾ ഈ 2 അഡീഷണൽ ട്രിപ്പുകൾ വെച്ച് തലയിലെടുത്ത് വെക്കേണ്ടതെന്ന് വെച്ചു. പിന്നെ ഓഫീസിലും ചില മാറിയ സാഹചര്യങ്ങളുണ്ടായിരുന്നു, ലീവ് എടുക്കാൻ അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ടിക്കറ്റ് മാറ്റി ഈ ട്രെയിനാക്കിയത്. 2 തീയതിക്ക് പകരം 4 തീയതിക്ക് ആക്കിയത്. 2 തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാര്യം ഞാൻ ഫസ്റ്റ് AC ഞാൻ കണ്ടിന്യൂസ് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴും അവൈലബിലിറ്റി ഉണ്ടായിരുന്നു, 10 സീറ്റിന് മേലെ അവൈലബിൾ കാണിച്ചുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ല. അത് കഴിഞ്ഞ് 4 തീയതിക്ക് ഞാൻ ഡേറ്റ് ഫിക്സ് ചെയ്ത് 4 തീയതിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. വെയിറ്റിംഗ് ലിസ്റ്റ് 1 ആയിരുന്നു എൻ്റെ ടിക്കറ്റ്. വെയിറ്റിംഗ് ലിസ്റ്റ് 1-ലാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ഒടുവിൽ ഓപ്പോസിറ്റ് ലൈനിൽ ഒരു പച്ച കണ്ടു. ഈ സ്റ്റേഷൻ്റെ പേരാണ് മലാർന എന്നാണ് സ്റ്റേഷൻ്റെ പേര്. പക്ഷെ നമ്മൾ മലയാളത്തിൽ വായിച്ച മലർന്ന ആവും. നമ്മൾ മലയാളികൾക്ക് മാത്രമല്ല എല്ലാ ഭാഷക്കാർക്കും ഉണ്ട്. ഏതൊരു വാക്ക് കിട്ടിയാലും പ്രൊണൗൺസ് ചെയ്യുന്നതിന് സ്വന്തമായിട്ടൊരു നമ്മളൊരു ശൈലി നമ്മൾ ഫോളോ ചെയ്യും. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഝാൻസി എന്ന് പറഞ്ഞ സ്ഥലത്തിന് നമ്മൾ ജാൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഓരോ എല്ലാ ഭാഷക്കാർക്കും പ്രശ്നമുണ്ട്, നമുക്ക് മാത്രമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ കാത്തിരുന്നൊരു ക്രോസിങ് വരുന്നുണ്ട്. ഇറ്റാർസിയുടെ 37230. ഇത് മുംബൈയിലേക്ക് പോകുന്ന ഗോൾഡൻ ടെമ്പിൾ മെയിലാണ്. ആ ഒരു ക്രോസിങ് അങ്ങനെ പിടിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, അത് പിടിച്ചു. ഈ വാതിലുകളെ തുറക്കാനും എളുപ്പമല്ല, അടയ്ക്കാനും എളുപ്പമല്ല. കാരണം നല്ല ശക്തി കൊടുത്താൽ മാത്രമേ ഇത് അടയുള്ളൂ. കാരണം കൈവിട്ട് തിരിച്ചും പോരുകയും ചെയ്യും. കാര്യം അതിനകത്ത് മറ്റേ എയർ ചാർജ് ഇരിക്കുന്നതുകൊണ്ടാണ്. കാര്യം ഇത് ഓട്ടോമാറ്റിക് ഡോർ ആയിരുന്നല്ലോ, അപ്പോൾ അതിനകത്ത് സിലിണ്ടർ ചാർജ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നത്. ക്ലൗഡിയാണ്,
പക്ഷേ മഴയൊന്ന് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. അത് മൃഗങ്ങൾക്ക് പോകുന്ന വഴിയിലാണോ, പുഴ പോലെ ഉണ്ടത് കണ്ടിട്ട്. നമ്മളിപ്പോൾ ശ്രീ ഗംഗാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുകയാണ്. ശ്രീയിലാണ്, ജസ്റ്റ് ഗംഗാപൂർ. ഓപ്പോസിറ്റ് ലൈനിൽ പച്ച കാണാനുണ്ട്. നമ്മുടെ വണ്ടി കറങ്ങി വരുന്നുണ്ടാ. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു പച്ച ഉണ്ട്. ഇവിടെ ഒരു ഫ്രൈറ്റ് ഉണ്ട്. മെയിൻ ലൈനാണ് പച്ച. അപ്പോൾ ഒരു ട്രെയിൻ നമ്മൾ ക്രോസ് ചെയ്യാൻ പോകണം. അടിപൊളി അടിപൊളി. നമുക്ക് ക്രോസിംഗ് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. നമ്മുടെ ഫുഡിപ്പോൾ വരും. പാല് വന്നു, ഫുഡ് വന്നിട്ടില്ല. ഫുഡിപ്പോൾ വരും. അപ്പോൾ ഗംഗാപൂർ വഴിയാണ് നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ഡെറാഡൂണിൽ നിന്ന് കോട്ടയിലേക്ക് പോകുന്ന നന്ദാദേവി എക്സ്പ്രസ് ആയിരിക്കും. ഗംഗാപൂർ സിറ്റി. ഇതും ഒരു ജംഗ്ഷൻ സ്റ്റേഷനാണ്. പറക്കലാട്ടോ, ഒരു രക്ഷയില്ല. ഇതൊക്കെയാണ് രാജധാനി എക്സ്പ്രസ്. നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ടൊന്നും രാജധാനി അല്ല. ഇവിടുന്ന് ലെഫ്റ്റിലോട്ടൊരു ട്രാക്ക് പോകും. അത് ദൗസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടുന്ന് ഫർദർ ജയ്പൂർ, അജ്മീറൊക്കെ കണക്ട് ചെയ്യും. ഇത് ഇലക്ട്രിഫൈഡ് ലൈനല്ല, നോൺ ഇലക്ട്രിഫൈഡ് ലൈനാണ്. ദൗസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ലൈനാണ്. ഇതുവഴി ഞാൻ നോക്കിയപ്പോൾ ആകെ ഒരു പേര് ഡെമോ മാത്രമേ ഓടുന്നുണ്ട്, വേറൊന്നും ഓടുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ എങ്ങനെ പോകുന്നുണ്ട്? നമ്മൾ അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ യാത്ര. 5.5 മണിക്കൂറൊക്കെ നോൺ സ്റ്റോപ്പ് റൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. 5 മണിക്കൂർ അപ്പ് ആൻഡ് ഡൗൺ ഓടിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാബിനിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പിന്നെ പതുക്കെ കഴിച്ചേക്കാം. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ബെഡിൻ്റെ അവസ്ഥ നോക്കണ്ട. കാര്യം ഇന്നലെ രാത്രി ഉറക്കം കൊണ്ട് ശരിയായില്ല. തിരിഞ്ഞും പറഞ്ഞ് കിടക്കുമായിരുന്നു. അത് വേറെന്തോ ഇതായിരുന്നു, കംഫർട്ടിൻ്റെ അല്ല, എന്തോ ഉറക്കം ശരിയായില്ല. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഈ ടേബിൾ ഭയങ്കര ഉപകാരം കേട്ടോ. ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡിൽ ഇന്നലെ ഇല്ലാണ്ടിരുന്നൊരു ഐറ്റം ഇന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ കെലോക്സ് അല്ല, ടോപ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ കോൺഫ്ലേക്സ് ആണ്. പിന്നെ പതിവുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. ബ്രെഡുണ്ട്. ഞാനിന്ന് എക്സ്ട്രാ കട്ട്ലേറ്റ് ചോദിച്ചില്ല. കാര്യം ഇന്നലെ കഴിച്ച് വയറ് വല്ലാണ്ട് ഫുള്ളായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പുമാവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് കട്ട്ലറ്റിനെക്കാട്ടും ഇഷ്ടം ഉപ്പുമാവാണ്. ഉപ്പുമാവ് ഇന്നലത്തേനെക്കാട്ടും കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. ഇന്നലെ തക്കാളിയായിരുന്നു മൊത്തം. ഇന്ന് തക്കാളിക്ക് പകരം ക്യാരറ്റ് ആയിട്ടുണ്ട്. അല്ല, ക്യാരറ്റ് തന്നെ. പിന്നെ മറ്റേ ഗോതമ്പ് റവ വേണമെന്ന് കണ്ടിട്ട്. നമ്മുടെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് പറയണ്ടേ? ഫുഡിലൂടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പുമാവാണ്. ഉപ്പുമാവ് നന്നായിട്ടുണ്ട്, നല്ല ഉപ്പുമാവാണ്. ഇത് ഗോതമ്പ് റവയാന്ന് തോന്നുന്നു. നല്ല സ്വാദുണ്ട്. സവാള ഉണ്ട് അതിനകത്ത്, അതുപോലെ ക്യാരറ്റുണ്ട്, പച്ചമുളകുണ്ട്. നന്നായിട്ടുണ്ട്. മധുരം അല്ല, എരിവൊക്കെ പാകത്തിന്, ആവശ്യത്തിന് എരിവും ഉപ്പൊക്കെ ഉണ്ട്. നല്ല ഉപ്പുമാവാണ്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയിലെ പാൻട്രി കാറുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാൻ മേലഞ്ഞിട്ടല്ല, മനസ്സിലായില്ലേ? നമ്മുടെ സാധാരണ ട്രെയിനുകൾക്ക് നമുക്ക് ഒരു തന്നെ ഉപ്പുമാവിൻ്റെ അവസ്ഥ അറിയാമല്ലോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് അടിപൊളി ഉപ്പുമാവാണ്. ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാം. പിന്നെ നമ്മുടെ വണ്ടി 130 kmph പറന്നുകൊണ്ടിരിക്കട്ടോ. ഇപ്പോഴും ഒരു വ്യത്യാസവും ഇല്ല. കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് നമ്മുടെ ഫെയറിംഗ് ട്രെയിനെ ക്രോസ് ചെയ്യുന്നുണ്ട്. ഫെയറിംഗ് ട്രെയിൻ അല്ല, ശരിക്കും മഡ്ഗാവ് രാജധാനിയാണ്. അത് പിടിച്ചിട്ട് ബാക്കി കഴിക്കാമെന്ന് വെച്ചാൽ
അത് വരുന്നതാണ് മഡ്ഗാവ് രാജധാനി, ഹസ്രത്ത് നിസാമുദ്ദീൻ മഡ്ഗാവ് ഗോവ രാജധാനി. ആയിരുന്നു ലോക്കോ. എന്നാൽ പിന്നെ നമുക്ക് കഴിച്ചിട്ട് ബാക്കി വെച്ചിട്ട് പറയാം. ഞാൻ വേണ്ടെന്ന് വെച്ച് മസിൽ പിടിച്ചിട്ടുണ്ടായിരുന്ന, പക്ഷേ വന്ന് ചോദിച്ചു സാർ കട്ട്ലറ്റ് വേണോ, ഇന്ന് നല്ല കട്ട്ലറ്റാണെന്നൊക്കെ പറഞ്ഞു. നമ്മളൊന്ന് കഴിച്ചു. ഇന്നത്തെ കട്ട്ലറ്റിൻ്റെ വെച്ച് നമുക്ക് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇന്ന് ഹാർട്ട് ഷേപ്ഡ് കട്ട്ലറ്റാണ്, ഇന്നലത്തത് കുറച്ച് നീണ്ടൊരു കട്ട്ലറ്റായിരുന്നു. അപ്പോൾ നമുക്ക് കട്ട്ലറ്റ് നോക്കാം. അപ്പോൾ ഇന്നത്തെ കട്ട്ലറ്റ് എന്ന് പറയുന്നത് ഇന്നലത്തെ പോലെയൊക്കെ തന്നെ ഉണ്ട്. ഉരുളക്കിഴങ്ങുണ്ട്, ബീട്രൂട്ടുണ്ട്, പട്ടാണിയുണ്ട്, ബീൻസുണ്ട്, പെരിഞ്ചീരകമുണ്ട്. അത് നല്ല സൗണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് പരിചയപ്പെടുത്തിയ സമയത്ത് ബ്രെഡിൻ്റെ കാര്യം പറയാൻ മറന്നു. ബ്രെഡുണ്ട്, വൈറ്റ് ബ്രെഡാണ് ഇന്നും. അതിൻ്റെ കൂടെ ഉള്ളത് മിക്സ്ഡ് ഫ്രൂട്ട് ജാം ഉണ്ട്. മിക്സ്ഡ് ഫ്രൂട്ട് ജാം ഉണ്ട് അതിൻ്റെ കൂടെ. അത് കൂടാതെ വെർക്കയുടെ ബട്ടറുണ്ട്. വെർക്ക ബട്ടർ നമുക്ക് തുറക്കാൻ മുന്നേ കിട്ടിയിട്ടുണ്ട്, അങ്ങനെയല്ല. പിന്നെ കട്ട്ലറ്റിന് കൂടെ കഴിക്കാനുള്ള കെച്ചപ്പും ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് അവിടെ ഒരു മലേനിടയ്ക്ക് ഒരു വാട്ടർഫോളൊക്കെ ഉണ്ടോ, നല്ല ഭംഗിയുണ്ട്. എനിക്കത് ബയാന ജംഗ്ഷൻ എത്താറായെന്ന് തോന്നുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ മുതൽ പറയുകയാണ് ഞാൻ ഈ ട്രെയിനിൻ്റെ ഫെയർ പറയാമെന്ന്. അപ്പോൾ ഫെയർ പറയാൻ റെക്കോർഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഈ ട്രെയിനിൽ തിരുവനന്തപുരം മുതൽ ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ ഫസ്റ്റ് എ സിയിൽ 8705 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. 8705 രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നാൽ പിന്നെ ഫ്ലൈറ്റിന് പോയാൽ പോരാന്ന്. തീർച്ചയായിട്ടും ഫ്ലൈറ്റിന് പോയാൽ മതി. ഫ്ലൈറ്റ് നമ്മൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 6500, 7000 രൂപ, 8000 രൂപയൊക്കെ ടിക്കറ്റ് കിട്ടാനുണ്ട്. ഇല്ലെന്ന് പറയുന്നില്ല, നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഈ 8705 രൂപയിൽ 1365 രൂപ കാറ്ററിംഗ് ചാർജസ് ആണ്. അപ്പോൾ ഈ കാറ്ററിംഗ് ചാർജസിൽ ഇത് ഞാനീ പറയുന്നത് നോൺ മൺസൂണിൻ്റെ ആണ്. മൺസൂണിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു സ്നാക്സിൻ്റെ കൂടെ കാശ് എക്സ്ട്രാ വരും. മൺസൂണിൻ്റെ എന്ന് പറയുമ്പോൾ മൺസൂണിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ കാറ്ററിംഗ് ചാർജസ് അതിനിട്ടിരിക്കുന്നത് 1365 രൂപ തന്നെ അവർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 1365 രൂപയ്ക്ക് നമുക്ക് മൺസൂൺ ആണെങ്കിൽ സ്നാക്സ് കിട്ടും വൈകുന്നേരത്തെ, അവിടെ മുതൽ തുടങ്ങും. അല്ലെങ്കിൽ ഒരു ഡിന്നറ് ഫസ്റ്റ് ഡേ, പിന്നെ അടുത്ത ദിവസത്തെ മോർണിംഗ് ടീ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഈവനിങ് സ്നാക്സ്, ഡിന്നർ. അതിൻ്റെ അടുത്ത ദിവസത്തെ മോർണിംഗ് ടീം, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് കിട്ടില്ല. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 2 ഈവനിങ് സ്നാക്സ്, 2 ഡിന്നറ്, 2 ബ്രേക്ക്ഫാസ്റ്റ്, 2 മോർണിംഗ് ടീം, ഒരു ലഞ്ചുമാണ് ഈ ട്രെയിനിൽ സെർവ് ചെയ്യുന്നത്. അതിനാണ് ഈ 1365 രൂപ. ഫസ്റ്റ് എ സിയുടെ കാറ്ററിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഓപ്റ്റ് ചെയ്യാം എന്താ വേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഓപ്ഷൻസ് തരും. ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ ഇന്ന് രാവിലെ അവർ ഉപ്പുമാവ്, കട്ട്ലറ്റ്, അതുപോലെ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് ഇതൊക്കെയാണ് ഓപ്ഷൻസ്. ബ്രെഡ് എല്ലാത്തിനകത്തും വരും. ഓംലെറ്റാണ് നമുക്ക് പിന്നെ ഓപ്ഷൻ തന്നത്. അപ്പോൾ ഞാൻ ഉപ്പുമാവാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ എന്നോട് പറഞ്ഞു എനിക്ക് ഒരു കട്ട്ലറ്റ് ടേസ്റ്റ് ചെയ്യാൻ തരാമെന്ന് വെച്ചാൽ വെള്ളം ഒന്നും ലെസ്സർ എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് തന്നെ ഒരു ഫുൾ പ്ലേറ്റ് തന്നെ ലെസ്സർ ചെയ്യുന്നത്. അപ്പോൾ 2 കട്ട്ലറ്റ് നല്ല ഹെവി ആയിപ്പോയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ. അതുപോലെ അപ്പോൾ ഭക്ഷണ കാര്യങ്ങൾ ഒരുപാട് നമുക്ക് ഫ്രീ ഉണ്ട്. വാട്ടർ ബോട്ടിൽ നമുക്ക് തീരുമ്പോൾ പറഞ്ഞാൽ മതി, വെള്ളം കൊണ്ടുതരും. അല്ലാണ്ട് നമുക്ക് തേർഡ് എ സിയിലൊക്കെ ആണെങ്കിൽ അവന് ഒരു ദിവസം ഒരു കുപ്പി തരുള്ളൂ. അപ്പോൾ ഇതിൽ അങ്ങനെയൊന്നുമില്ല. ഇതിൽ നമ്മൾ തീരുമ്പോൾ പറഞ്ഞാൽ മതി, അവൻ കൊണ്ടുതരും. ഇനിയിപ്പോൾ ഈ ട്രെയിനിൽ തേർഡ് എ സിക്കും സെക്കൻഡ് എ സിക്കും ഡൈനാമിക് ഫെയർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ തേർഡ് എ സിക്ക് ബേസ് ഫെയർ എന്ന് പറയുന്നത്, അതായത് മിനിമം ഫെയർ എന്ന് പറയുന്നത് 2726 രൂപയാണ് ബേസ് ഫെയർ. അതിലേക്ക് 40 രൂപ റിസർവേഷൻ, 45 രൂപ സൂപ്പർ ഫാസ്റ്റ്, 196 GST, 985 രൂപ കാറ്ററിംഗ് വരുന്നുണ്ട്. 985 രൂപ കാറ്ററിംഗ് വരും. നേരത്തെ പറഞ്ഞ ഡൈനാമിക് ഫെയർ എന്ന് പറയുന്നത് ഏകദേശം 10% തുടങ്ങി 10, 20, 40% എന്ന് പറഞ്ഞാൽ കൂടി ആണ് ചാർജ് പോകുന്നത്. സെക്കൻഡ് എ സിക്ക് ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് എ സിക്ക് ഇതിനകത്ത് വരുന്ന ബേസ് ഫെയർ എന്ന് പറയുന്നത് 3999 രൂപ. അതിലേക്ക് റിസർവേഷൻ ചാർജ്, സൂപ്പർ ഫാസ്റ്റ് ചാർജ്, ഡൈനാമിക് ചാർജ് ഒക്കെ ആഡ് ചെയ്യും. അവിടെയും കാറ്ററിംഗ് ചാർജസ് 985 രൂപയാണ്. സെക്കൻഡ് എ സിക്കും അതുപോലെ തേർഡ് എ സിക്കും കാറ്ററിംഗ് ചാർജ് സെയിം ആണ്. കാര്യം സെയിം മെനു ആണ് സെക്കൻഡ് എ സിക്കും തേർഡ് എ സിക്കും. AC 3 ടയറും AC 2 ടയറും തമ്മിൽ ഭക്ഷണത്തിൻ്റെ മെനുവിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല. ഒരേ മെനു ആണ് രണ്ടിലും. അല്ലാണ്ട് നിങ്ങൾക്ക് അതിൽ എക്സ്ട്രാ ആയിട്ടൊന്നും കിട്ടില്ല, സെയിം ആണ്. ഫസ്റ്റ് എ സിക്ക് മാത്രം മെനു ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഫസ്റ്റ് എ സിയിൽ ലഞ്ചിനും ഡിന്നറിനും മുമ്പ് സൂപ്പ് വരും. അത് കഴിഞ്ഞാണ് ഡിന്നർ അല്ലെങ്കിൽ ലഞ്ച് വരുന്നത്. അതിൽ ബ്രേക്ക്ഫാസ്റ്റിനകത്ത് ആ ബേസിക് ഐറ്റം കൂടാതെ ഒരു ഇതുണ്ടാവും, നമ്മുടെ കോൺഫ്ലെക്സും പാലുണ്ടാവും. ഫ്രൂട്ടും മെനുവിൽ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഫ്രൂട്ട് നമുക്ക് കിട്ടിയില്ല. ഫ്രൂട്ട് ഇന്ന് രാവിലെ സെർവ് ചെയ്തിട്ടില്ല, നാളെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതുപോലെ ഈവനിങ് സ്നാക്സിൽ സാധാരണ സെക്കൻഡ് എ സിക്കും തേർഡ് എ സിക്കും ആണെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാവില്ല. ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാവും. അതൊരെണ്ണം എക്സ്ട്രാ വരുന്നുണ്ട്.
ഇതൊക്കെയാണ് കാറ്ററിംഗിൽ വ്യത്യാസം വരുന്നത്. ഈ ഫസ്റ്റ് AC എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത് തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. കാരണം ഇതിപ്പോൾ എനിക്കിപ്പോൾ സത്യം പറയുന്നത് എനിക്ക് ഒറ്റയ്ക്കൊരു ഇത് കിട്ടി. ഞാൻ സ്ഥിരമായി ട്രാവൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ഡോറിൽ പോയിരിക്കുന്നുണ്ട്, ഇത് നമുക്ക് ബോറല്ല. പക്ഷേ നമ്മളൊരു ഫാമിലി ആയിട്ടൊക്കെ യാത്രയാണെങ്കിൽ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്യും ഈ ഒരു എക്സ്പീരിയൻസ്. കാരണം അവർക്ക് കളിക്കാൻ സ്ഥലമുണ്ട് ഇതിനകത്ത്. പിന്നെന്താണ്, ഭക്ഷണം സമയാസമയത്ത് ഭക്ഷണം വരും. ഒട്ടും എനിക്കൊട്ടും ബോറടിച്ചില്ല. ചില ആൾക്കാർക്ക് ട്രെയിൻ യാത്ര ബോറായിരിക്കാം. എനിക്കൊട്ടും ബോറടിപ്പിക്കാത്തൊരു യാത്രയായിരുന്നു ഈ യാത്ര എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റാഫ് എടുത്തു പറയേണ്ട കാര്യമാണ്. സ്റ്റാഫ് എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ്. ഹിന്ദിക്കാരാണ് എല്ലാവരും. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ്. തീർച്ചയായിട്ടും എല്ലാവരും ടിപ്പ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അവസാനം ഒരു ടിപ്സ് ചോദിച്ച് വരും എല്ലാവരും. അത് കോച്ച് അറ്റൻഡൻ്റ് ആയാലും നമ്മുടെ കാറ്ററിംഗ് അറ്റൻഡൻ്റ് ആയാലും ഹൗസ് കീപ്പിങ്ങിൻ്റെ ആളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കി വേസ്റ്റ് ബിൻ കാലിയാക്കുക, അതുപോലെ തറ തുറച്ചിടുകയും ഒക്കെ ചെയ്തു പോകുന്നുണ്ട്. അതായത് ഒട്ടും നനഞ്ഞു കിടക്കാൻ സമ്മതിക്കില്ല. തറക്കിൽ നനവ് കണ്ടു കഴിഞ്ഞാൽ അയാളപ്പോൾ ഒന്ന് തുറച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ടിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കോച്ച് വളരെ ക്ലീനാണ്. ടോയ്ലറ്റ് ആയാലും ഷവറായാലും വളരെ ക്ലീനാണ്. ഷവർ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, എന്നാലും ഷവർ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. പിന്നെ മൊത്തത്തിൽ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഈ 8705 രൂപയുടെ എക്സ്പീരിയൻസ് എൻ്റെ അഭിപ്രായത്തിൽ വേർത്താണ്. ഫ്ലൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 മണിക്കൂർ കൊണ്ട് ഡൽഹി ചെല്ലും. ഇത് 2 ദിവസം എടുക്കും. പക്ഷേ അതൊരു അനുഭവമാണ്. നമ്മൾ ബയാന ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് കയറാൻ പോവാണ്. സ്റ്റേഷൻ കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് ബയാന ജംഗ്ഷൻ. SYHE സയ്യദ്പൂർ ഭിത്രി ഇങ്ങനെയൊക്കെ ഓപ്പോസിറ്റ് ഉണ്ടാവും. അവിടെ നിന്നൊരു വാഗണായിരുന്നു അത്. അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഈ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് സ്ഥലപ്പേരുകൾ അവർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഴയ സ്ഥലപ്പേര് കേട്ട് അറിയാം, പുതിയ സ്ഥലപ്പേര് കേട്ട് നമുക്ക് അറിയില്ല. അതാണൊരു വലിയൊരു പ്രശ്നം. BXN എന്നാണ് ഈ സ്റ്റേഷൻ്റെ കോഡ് കേട്ടോ, BXN. അവിടെ കടകളിലൊക്കെ നല്ല ഫ്രഷ് കച്ചോരി ഇരിക്കുന്നു, കച്ചോരി. അപ്പോൾ ഫോക്സ്, നമ്മുടെ യാത്ര അടിപൊളിയായിട്ട് പോകണമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ഏകദേശം ഡൽഹിയിലോട്ട് അടുക്കാറൊന്നും ആയിട്ടില്ല. സമയം ഇപ്പോൾ 9 കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ 12:30 കഴിയും ഡൽഹി എത്താൻ. ഇനിയൊരു 3 മണിക്കൂറിനടുത്ത് നമുക്ക് യാത്രയുണ്ട്. 3 മണിക്കൂറിനടുത്ത് പൊളിക്കലുണ്ട്. ജസ്റ്റ് ബയാന ജംഗ്ഷനാണ്. ബയാന ജംഗ്ഷനിൽ നിന്നും ആഗ്ര ഫോർട്ടിലേക്ക് ഒരു ലൈൻ തിരിഞ്ഞു പോകുന്നുണ്ട്. റൈറ്റിലേക്ക് ഇപ്പോൾ ലൈൻ. അപ്പോൾ നമ്മളങ്ങനെ ബയാന ജംഗ്ഷനിൽ യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ പാൻട്രി സ്റ്റാഫ് സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് തുടങ്ങി. കാര്യം കഴിഞ്ഞല്ലോ, ലാസ്റ്റ് സർവീസ് ആയിരിക്കും. ഇനിയിപ്പോൾ ലഞ്ചില്ലേ ഈ വണ്ടിക്ക്. അപ്പോൾ ലാസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് പെട്ടിക്കത്താക്കി പാക്ക് ചെയ്ത് തുടങ്ങി. കാര്യം ഡൽഹി എത്തുമ്പോൾ സാധനങ്ങളൊക്കെ ഇറക്കണം വണ്ടിയിൽ നിന്ന്. ഇവിടുത്തെ വാഷ് ബേസിൻ കണ്ടോ, വെള്ളം കുടിക്കാനുള്ള. കാണാൻ നല്ല വെറൈറ്റി ലുക്കുണ്ട്. വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് സൈഡിൽ. ഇതിപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ലൈൻ ഉണ്ടല്ലോ, ഇപ്പോൾ റൈറ്റ് സൈഡിൽ പുതിയൊരു ലൈൻ കാണാം, 3ാമത്തെ ലൈൻ കാണാനുണ്ടാവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആഗ്ര ഫോർട്ടിലേക്ക് പോകുന്ന ലൈൻ. ഈ ലൈൻ ഇവിടെ നേരെ ആഗ്ര ഫോർട്ട്, തുഗ്ല ജംഗ്ഷൻ അങ്ങനെ പോകും. നമ്മൾ നമ്മുടെ മംഗള എക്സ്പ്രസ് വീഡിയോയിൽ ആഗ്ര കൻ്റോൺമെൻറ്റ് മുമ്പായിട്ട് ഈ ലൈൻ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവഴിയൊക്കെ ഒരു യാത്ര പോകണം. ഇതൊക്കെ അടിപൊളിയായിരിക്കും. നല്ല ഭംഗിയുള്ള സ്ട്രെച്ചായിരിക്കും അതൊക്കെ. ഇതൊക്കെ പഴയ മീറ്റർ ഗേജ് ലൈനുകളാണ്, പിന്നീട് ഗേജ് കൺവേർഷൻ വേണ്ടി ബ്രോഡ് ഗേജ് ആയതാണ്. അപ്പോൾ നമ്മുടെ
യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മളങ്ങനെ ഭരത്പൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലൂടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭരത്പൂർ ഒരു ജംഗ്ഷനാണ്. അത് എന്തുകൊണ്ടാണ് ജംഗ്ഷൻ ആണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ടൊക്കെ അത്യാവശ്യം ക്ലിയർ ആട്ടോ. മറ്റേ മഴമയങ്ങളൊക്കെ മാറി, മറ്റേ മൂടി കെട്ടിയിരിക്കുന്നത് അതൊക്കെ ഒന്ന് മാറി. ഇവിടുന്ന് റെയിൽവേ ലൈൻ വരുന്നുണ്ടോ? ഈ റെയിൽവേ ലൈൻ നമ്മുടെ ട്രാക്കിന് മുകളിൽ കൂടെ പോകും. അത് ബങ്കിക്കോയി എന്ന് പറയുന്ന സ്ഥലത്തും വരുന്ന റെയിൽവേ ലൈനാണ്. നമ്മളെ മുകളിൽ കൂടെ കടന്നുപോയ റെയിൽവേ ലൈന് ഇപ്പം നമ്മുടെ പാരലായിട്ട് അങ്ങ് ദൂരെ കൂടെ പോകുന്നുണ്ട്. അതങ്ങനെ ദൂരെ കൂടെ പോയിട്ട് ഭരത്പൂർ സ്റ്റേഷനിലേക്ക് വന്ന് കയറും. നമ്മളിപ്പോൾ ഭരത്പൂർ സ്റ്റേഷനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഭരത്പൂർ ജംഗ്ഷൻ. അങ്ങ് ദൂരെ കാണുന്ന റെയിൽവേ ലൈനാണ് നേരത്തെ നമ്മുടെ മുകളിൽ കൂടെ പോയ ലൈനാണ്. അതൊരു പഴയ മീറ്റർ ഗേജ് ലൈനാണ്, ഇപ്പോൾ ബ്രോഡ് ഗേജാണ്. ആ ലൈൻ ഇവിടുന്ന് ഫർദർ റൈറ്റിലേക്ക് പോകും. അത് നേരെ ആഗ്ര ഫോർട്ടിലേക്കാണ് പോകുന്നത്. കാരണം ദൂരെ കൂടെ പോയത് അത് ആഗ്ര ഫോർട്ടിലേക്ക് പോകും. മഴയൊക്കെ മാറി നല്ല വെയിലായി കണ്ടോ, നല്ല വെയിലായി. അപ്പം നമ്മളങ്ങനെ ഉത്തർപ്രദേശിലേക്ക് കയറിയിരിക്കുകയാണ്. മഥുര ജംഗ്ഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പുറത്തെ സൈഡിൽ നല്ല വെയിലായി. അപ്പോൾ ഈ ഒരു സ്ട്രെച്ചിൽ കോട്ട ടു ഡൽഹി സ്ട്രെച്ചിൽ നമ്മൾ ഒരുപാടൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. കാര്യം അമ്മാരി വിടലായിരുന്നു. എന്നാലും ഞാനൊരു സെപ്പറേറ്റ് പാർട്ടായിട്ട് തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടോടുകൂടി കോട്ട ഡിവിഷൻ അവസാനിക്കാമെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തുള്ള ഉത്തർ മധ്യ റെയിൽവേ ആണ് ആഗ്ര ഡിവിഷൻ. നമ്മളിപ്പോൾ നോർത്ത് സെൻട്രൽ റെയിൽവേയിലോട്ട് കയറി. ഇവിടെ റൈറ്റ് സൈഡിൽ റെയിൽവേ ട്രാക്ക് കാണാൻ വരുന്നുണ്ടാവും. അത് ഗ്വാളിയർ സൈഡിൽ നിന്ന് വരുന്നതാണ്. ഗ്വാളിയർ, ഭോപ്പാൽ, ആഗ്ര കൻ്റോൺമെൻറ്റ് ആ സൈഡിൽ നിന്ന് വരുന്ന ലൈനാണ്. നമ്മുടെ മംഗള എക്സ്പ്രസ്, കേരള എക്സ്പ്രസ് ഒക്കെ ആ ലൈൻ വഴിയാണ് പോകുക. നമ്മൾ മംഗള എക്സ്പ്രസ്സിൽ ആ ലൈൻ വഴി കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ്, ഈ വർഷം ജനുവരിയിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ മഥുര ജംഗ്ഷനിലോട്ട് കയറുന്നു. ഈ കാണുന്ന ആഗ്ര കൻ്റോൺമെൻറ്റിൽ നിന്ന് വരുന്ന ലൈനാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ആഗ്രയിലേക്ക് പോകാൻ വരുന്നവരാണെന്നുണ്ടെങ്കിൽ മഥുര ജംഗ്ഷൻ ഒരു ഓപ്ഷനാണ്. പക്ഷേ ഈ ട്രെയിന് മഥുര ജംഗ്ഷൻ ഇല്ല. നമ്മുടെ ഇതിനൊക്കെ സമ്പർക്കക്രാന്തി ഉണ്ടോയെന്ന് എനിക്കൊരു സംശയം, ഉറപ്പില്ല. പക്ഷേ മറ്റേ വീക്കിലി ട്രെയിനുകളുണ്ടല്ലോ, വെസ്റ്റേൺ റെയിൽ, പൻവേൽ വഴി വരുന്ന വീക്കിലി ട്രെയിനുകൾക്കെല്ലാം തന്നെ മഥുരയിൽ ഹോൾട്ടുണ്ട്. മഥുര ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ആഗ്രയിലേക്ക് പോകാം. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂറിന് ദൂരം മറ്റേ ഉള്ളൂ ആഗ്രയിലേക്ക് ഇവിടുന്ന്. മഥുര ഒരു മേജർ ജംഗ്ഷനാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഫുൾ സ്പീഡിൽ നമ്മൾ പാസ് ചെയ്യുന്നു. മിക്കവാറും പതുക്കെ ക്രോസ് ചെയ്യാനാണ് സാധ്യത. നിർത്താണ്ട് പോയാൽ മതിയായിരുന്നു.
MTJ എന്നാണ് സ്റ്റേഷൻ്റെ കോഡ്. ഇവിടെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. ബ്ലോക്ക് ടൈമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പ്ലാറ്റ്ഫോം വഴിയാണോ? ഇതാണ് മഥുര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. നമ്മളൊരു യാത്രയിൽ ഒരിക്കൽ മഥുരയിലൊന്ന് യാത്ര അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് രാത്രി ആയതുകൊണ്ടാണ് ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഏതോ ഒരു ട്രെയിനിവിടെ വെച്ച് ഓവർടേക്കും കൂടി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. റൺ ത്രൂ ആണോ നിർത്തുവാണോ എന്ന് മനസ്സിലാവുന്നില്ല. വളരെ പതുക്കെ അപ്പുറത്ത് കൂടെ ഒരു G9 ഹോൾഡ് ഫ്രൈറ്റ്. പുത്തൻ വാഗൺസാണ്. MT ആണെന്ന് തോന്നുന്നു. BOSM എന്ന് പറഞ്ഞ ടൈപ്പ് വാഗണാണ്. ബോക്സൺ അല്ല, അത് BOSM വാഗണാണ്. മധുര ജംഗ്ഷൻ സ്റ്റേഷൻ മറ്റേ സൈഡ്. ഏതോ ഒരു ട്രെയിൻ നമ്മുടെ മുന്നേ ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇവിടുന്ന്. അപ്പോൾ എനിക്കൊന്ന് അവനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയായിരിക്കും നമ്മളിവിടെ നിർത്തിയിരിക്കുന്നത്. 7 പ്ലാറ്റ്ഫോം ഉണ്ട് ഈ സ്റ്റേഷനിൽ. നമ്മൾ 3 വന്നിരിക്കുന്നത്. നമ്മൾ എടുത്തു കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് നിർത്തിയെടുത്തത്രേ ഉള്ളൂ. ഇതിൻ്റെ അറ്റത്തുള്ള ഈ ബേ ലൈൻ പോർഷന് അവർ 3A എന്നും 2A എന്നും കൂടെ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ബേ ലൈൻ പോർഷന് ഇവിടെ വേണമെങ്കിൽ സുഖമായിട്ടൊരു മെമോ ആകും. അതായിരിക്കും ചിലപ്പോൾ. അപ്പോൾ നമ്മളങ്ങനെ മഥുര ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഭഗവാൻ കൃഷ്ണൻ്റെ ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നഗരമാണ് മഥുര നഗരം. അപ്പോൾ മഥുരയിൽ ഒരുപാട് പിൽഗ്രിംസ് വരുന്നൊരു സ്ഥലമാണ് മഥുര. ഇവിടുന്ന് വൃന്ദാവനിലേക്ക് പോകാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലൈൻ ഉണ്ടായിരുന്നു. എത്രയും കൂടെ ഉറപ്പില്ല ഇവിടുന്നാണോ ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നുള്ളത്. നമ്മളങ്ങനെ മഥുരയിൽ നിന്ന് പുറത്തിറങ്ങി. ഇനിയിപ്പോൾ ഫുൾ ഫോമിൽ ആക്ഷനിലേക്ക് കയറാൻ എത്ര സമയം എടുക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. മൈലേജ് മാർക്കർ 1397 എന്നാണ്. ഇത് മുംബൈ CSMT എന്നുള്ള ദൂരമാണ്. മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് എന്നുള്ള ദൂരമാണ്. കാര്യം പണ്ട് ഇതൊക്കെ സെൻട്രൽ റെയിൽവേ ടെറിട്ടറി ആയിരുന്നു. സെൻട്രൽ റെയിൽവേ ആയിരുന്ന കാലത്ത് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നുള്ള ദൂരമാണ് ഇട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ 1397 കിലോമീറ്ററൊക്കെ വന്നത്. ഇവിടുത്തെയൊക്കെ
കോറിഡോർ ബ്ലോക്ക് ഒരു ഒന്നൊന്നര ബ്ലോക്കായിരിക്കും. കാരണം ദിവസം മുഴുവൻ ചറവറാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനുകൾ പോകുന്നൊരു സ്ഥലമാണ്. ഇവിടുത്തെ ബ്ലോക്കൊക്കെ മേജർ ബ്ലോക്കായിരിക്കും. ഇവിടെ മിക്കവാറും പാതിരാത്രി വല്ല ആവാനാണ് സാധ്യത ബ്ലോക്ക്. UPSRTCയുടെ ഒരു ബസ്സാണത്. UPSRTCയുടെ ഡിപ്പോ, മധുര ഡിപ്പോ ആയിരിക്കും ഇത്. ഇത് കുറേ സ്ക്രാപ്പ് വണ്ടികളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ലൈനും കൂടി ഉണ്ട്. ഇതെനിക്കൊന്നൊരു പെട്രോളിയം സൈഡിങ് ലൈനാണെന്ന് തോന്നുന്നു. മധുരയിൽ ഒരു മേജർ പെട്രോളിയം സൈഡിങ് ഉണ്ട്. അത് പക്ഷേ ഇപ്പുറത്തെ സൈഡാണോ അപ്പുറത്തെ സൈഡാണോ ഞാൻ മറന്നുപോയി. ഭൂതേശ്വർ സ്റ്റേഷനാണ്. ഭൂതേശ്വർ. നമ്മുടെ മുന്നിലായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള മംഗള എക്സ്പ്രസ്സും കേരള എക്സ്പ്രസ്സൊക്കെ പോയിട്ടുണ്ട്. അവരെയൊക്കെ മിക്കവാറും നമ്മൾ ഓവർടേക്ക് ചെയ്യും. കാര്യം അവർക്കൊക്കെ മുന്നേ നമ്മളങ്ങ് എത്തണം. ഇടത്തോട്ടൊരു ലൈൻ പോയിട്ടുണ്ട്. അതെങ്ങോട്ടുള്ള ലൈനാണെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ തീർച്ചയായിട്ടും മാപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് താഴെ ടൈറ്റിലിട്ടേക്കാം. ഈ ലെഫ്റ്റിലുള്ള ലൈന് മിക്കവാറും ഫ്രൈറ്റൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലൈനാണ്. കേരള എക്സ്പ്രസ്സും മംഗളയും രണ്ടും ലേറ്റാണ്. മംഗളം ഇപ്പോൾ ജസ്റ്റ് മധുര എത്തിയിട്ടേ ഉള്ളൂ. കേരള എക്സ്പ്രസ് മധുര എത്തിയിട്ടില്ല. രണ്ടും ലേറ്റാണ്. അതുകൊണ്ട് അത് രണ്ടിനെയും നമ്മൾ ഓവർടേക്ക് ചെയ്യില്ല. നമ്മളിന് മുന്നേ തന്നെ അങ്ങ് പോകും. ഇതാണ് നമ്മുടെ കോച്ചിലെ ഷവർ. അത് നേരെ നടുക്ക ഷവർ ഇരിക്കുന്നത്. മറ്റേൻ്റെ കുറച്ച് സൈഡിലായിരുന്നു. ജസ്റ്റ് ഒന്ന് ഷവർ ടെസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് മാത്രമാണ് എനിക്ക് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഡൽഹിയിലോട്ട് അങ്ങനെ പറന്നടിച്ച് പോയിക്കൊണ്ടിരിക്കുക. മണി 11 ആവാറായി. ഇനി ഇവിടെ നിന്നൊരു 1 മണിക്കൂറും കൂടി മതി നമുക്ക് ഡൽഹിയിലെത്താൻ. നമ്മുടെ ഇന്ത്യാസ് ലോങ്ങസ്റ്റ് രാജധാനിയിലെ മോസ്റ്റ് ലക്ഷൂറിയസ് ക്ലാസ്സിലെ യാത്ര നമ്മുടെ അവസാനിക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെയുണ്ടാകും നമ്മുടെ വീഡിയോസ്? നമ്മുടെ ഇന്ത്യാസ് ലോങ്ങസ്റ്റ് രാജധാനി എക്സ്പ്രസ്സിൽ ഏകദേശം 2800 കിലോമീറ്റർ യാത്ര ചെയ്ത് 44 മണിക്കൂർ യാത്രാ സമയം നമ്മൾ ജസ്റ്റ് ഡൽഹിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. നമുക്കിനി ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1 മണിക്കൂർ 10 മിനിറ്റിനും കൂടി യാത്ര നമുക്ക് ബാക്കിയുണ്ടാവും. അത്രേ ഉള്ളൂ. ഭക്ഷണം അടിപൊളിയായിരുന്നു. ആദ്യത്തെ ഫസ്റ്റ് ഡേയിലെ ഡിന്നർ മാത്രം ഫ്ലോപ്പായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ഫീഡ്ബാക്ക് കൊടുത്തു. അവർ നന്നായിട്ട് ഫീഡ്ബാക്ക് എടുത്തു. അവർ ആ ഫീഡ്ബാക്കിനനുസരിച്ച് ഫുഡ് പുതിയത് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നു. മീൻസ് അടുത്ത ദിവസം മുതൽ അത് അടിപൊളിയായിരുന്നു ഭക്ഷണം. സർവീസൊക്കെ ടോപ്പ് നോച്ചാണ് ഫസ്റ്റ് AC-യിൽ. ഇതൊരു എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ കാശ് കൂടുതൽ നിങ്ങൾ ഫ്ലൈറ്റിന് പോകും. പക്ഷേ ഓഫ് കോഴ്സ് നേരത്തെ ബുക്ക് ചെയ്യണം. ഇതങ്ങനെയല്ല. ഇത് നമുക്ക് അവസാന നിമിഷം നമുക്ക് ടിക്കറ്റ് കിട്ടും. പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. വർത്ത് വൺസ് ഇൻ എ ലൈഫ് ടൈം നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്. ഫ്രൈറ്ററാണ്. അപ്പുറത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് 2 ലൈനുണ്ട് ഫ്രൈറ്റിന്. അപ്പോൾ ഇത് വൺസ് ഇൻ എ ലൈഫ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മുടെ 44 മണിക്കൂറിൻ്റെ വീടായിരുന്ന ഈ ക്യാബിനോട് നമ്മൾ വിട പറയാൻ കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ. കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ഈ ക്യാബിനോട് നമ്മൾ വിട പറയാം. അപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോകും. അത് അടുത്ത വീഡിയോ ആയിട്ട് വരും. അതുകൂടാതെ ഡൽഹിയിൽ കുറച്ച് ചുറ്റിക്കറങ്ങാനൊക്കെ പ്ലാനുണ്ട്. നമുക്കുള്ള സമയത്ത് ഒന്ന് ചുറ്റിക്കറങ്ങാനൊക്കെ പ്ലാനുണ്ട്. മഴയുടെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് തീരുമാനിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാം. ഈ വീഡിയോ അവസാനിക്കാറായിട്ടില്ല. ഡൽഹിയിലോട്ടുള്ള യാത്ര തുടരുകയാണ്. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും ഡോറിലൊന്ന് പോയി കുറച്ചും കൂടി കവർ ചെയ്യും. അത് കഴിഞ്ഞിട്ടേ വീഡിയോ ക്ലോസ് ചെയ്യുള്ളൂ. ഓവർടേക്കൊന്നുമില്ല. നല്ല വിഷമം വേണ്ട. യാത്രക്കാരില്ലെന്നേ ഉള്ളൂ. NMG ആയിരുന്നു. അപ്രതീക്ഷിതം നമ്മൾ റുന്തി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിൽ കൂടെ സച്ച്ഖന്ദ് എക്സ്പ്രസ് നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറി പോകുന്നു.
ഡൽഹിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. ആക്ച്വലി നമുക്ക് തൊട്ട് മുന്നിലായിട്ട് മറ്റേ കോട്ട നിസാമുദ്ദീൻ ജനശതാബ്ദി പോകുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമുക്കൊരു ഡിലേ വന്നതാണ്. അങ്ങനെ വിടാൻ പറ്റില്ല. രാജധാനി എക്സ്പ്രസ് എങ്ങനെ ഓവർടേക്ക് ചെയ്യാം? അല്ല പിന്നെ ഇത് നാന്ദേഡിൽ നിന്ന് അമൃത്സറിലേക്ക് വന്ന സച്ഖന്ദ് എക്സ്പ്രസ് ആണ്. പൽവൽ സ്റ്റേഷൻ. ഡൽഹിയിലൂടെ എടുക്കാൻ പോകുന്ന ആരെങ്കിലും പറയും മറ്റോ കണ്ട് മൊത്തം കൃഷിയിടങ്ങളും ഒക്കെയാണ്. നമ്മൾ ഡൽഹിയിലോട്ട് ട്രെയിൻ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. ആദ്യമായിട്ട് ലൈൻ മുമ്പ് വന്നിട്ടുണ്ട്. ശരിയാ, സോറി, ഞാൻ 2009 വന്നിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ കവറേജ് തുടങ്ങിയപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. അജ്നിയുടെ 37270 ദുർഗിലേക്കുള്ള ഹംസഫർ എക്സ്പ്രസ് ആയിരുന്നു. അത് വല്ലഭ്ഗഡ് എത്താറാണ്. വല്ലഭ്ഗഡ് വേസ്റ്റ് ഇട്ടിരിക്കുന്നുണ്ടോ, കൂട്ടിയിട്ടിരിക്കുന്നുണ്ടോ വേസ്റ്റ്. അങ്ങനെ വല്ലഭ്ഗഡ് ജംഗ്ഷനല്ല, സോറി, വല്ലഭ്ഗഡ് സ്റ്റേഷൻ. ഇപ്പം മണി 11:54. നമ്മളൊരു 12:15 ആകുമ്പോഴേക്കും നിസാമുദ്ദീൻ എത്തുമായിരിക്കും. നമ്മളിപ്പോഴും വെസ്റ്റ് സെൻട്രൽ റെയിൽവേ തന്നെയാണ്. എനിക്ക് തുഗ്ലകാബാദ് വെച്ചാൽ നമ്മൾ നോർത്തേൺ റെയിൽവേയിലേക്ക്, വെസ്റ്റ് അല്ല, സോറി, നമ്മളിപ്പോൾ നോർത്ത് സെൻട്രൽ റെയിൽവേയിലാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മൾ തുഗ്ലകാബാദ് വെച്ചാണ് നമ്മൾ നോർത്തേൺ റെയിൽവേയിലേക്ക് കയറുക. അവിടെ ഒരു വാഗ് 12B ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. അതിൻ്റെ പുറകിൽ അപ്പുറത്തായിട്ട് ഒരു കാസിപേട്ട് വാഗ് 9 കിടക്കുന്നുണ്ട്, 31868. തുഗ്ലകാബാദിന് WDP 40 40336 ട്വിൻസ്. ഏതാ ട്രെയിൻ എന്നറിയില്ല. ഏതോ ഒരു ട്രെയിനും. ഫരീദാബാദ് ന്യൂ ടൗൺ സ്റ്റേഷനാണ്.
Jhelum Express ആണ്. Jhelum Express. ഈ റോഡിൻ്റെ ലോക്ക് വരുന്നത് അതിന്. Jhelum Express എന്ന് പറയുന്നത് ജമ്മു തവിയിൽ നിന്ന് പുണെയിലേക്ക് പോകുന്ന വണ്ടിയാണ്. സെൻട്രൽ റെയിൽവേ ട്രെയിനാണ്. നമ്മളിത് ഡൽഹി നഗരത്തിനകത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. ഈ സ്പീഡിൽ 122 km/h. നമ്മൾ ജസ്റ്റ് തുഗ്ലക്കാബാദ് എടുക്കുന്നു. തുഗ്ലക്കാബാദ് എടുക്കുന്നുണ്ടോ? തുഗ്ലക്കാബാദ് യാർഡ്. അടിപൊളി. അകത്തുള്ളതാണ് തുഗ്ലക്കാബാദ് ഇലക്ട്രിക് ലോക്കോ ഷെഡ്. അപ്പം നമ്മളങ്ങനെ ഡൽഹിയുടെ പരിധിയിലേക്ക് കയറി. സ്പീഡ് കുറഞ്ഞു. നിസാമുദ്ദീൻ പുണെ ദുരന്തോ എക്സ്പ്രസിൻ്റെ റേക്കാണ് കിടക്കുന്നത്. ഇതിപ്പോൾ ഏതാ ഓഖ്ല സ്റ്റേഷനാണിത്. ഇപ്പോൾ ഓഖ്ല എത്തി. തുഗ്ലക്കാബാദ് സ്റ്റേഷൻ്റെ 33779 എന്നെ ഷണ്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓഖ്ല കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ നിസാമുദ്ദീനിലേക്ക് കയറും. അപ്പം നമ്മുടെ ലഗേജിൻ്റെയൊക്കെ ഒരു സേഫ്റ്റി കണക്കിലെടുത്ത് ഞാൻ തിരിച്ച് ബർത്തിലോട്ട് പോകുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ലഗേജ് പൂട്ടിയിട്ട് വെച്ചിരിക്കുക, ചങ്ങലയിട്ട് പൂട്ടി വെച്ചിരിക്കുക. അപ്പോൾ ഒരു ചെറിയ തിരുത്തുണ്ട്. നോർത്തേൺ റെയിലിലെ പൽവാലിൽ തുടങ്ങി. അപ്പോൾ പൽവാൽ സ്റ്റേഷൻ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൽവാൽ മുതലാണ് നോർത്തേൺ റെയിലിൽ തുടങ്ങിയത്. സിഗ്നൽ ശരിക്കും കാണാൻ പറ്റിയില്ല ഏത് സൈഡാണെന്നുള്ളത്. നമ്മൾ ജസ്റ്റ് സ്റ്റേഷനുള്ളിലേക്ക് പ്രവേശിക്കുകയാണിപ്പോൾ. റൈറ്റിലേക്കുള്ള ലൂപ്പിൽ കയറി അവിടെ നിന്ന് ഇനി റൈറ്റിലേക്ക് കയറും തോന്നുന്നു കണ്ടിട്ട്. ജസ്റ്റ് സ്റ്റേഷനിലോട്ട് കയറുന്ന ക്യാപ്ചർ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കൂപ്പയിലേക്ക് പോകാം. ഇവിടുന്നൊക്കെയോ ലൈൻ വരുന്നുണ്ട്. എനിക്കൊന്ന് റിംഗ് റെയിൽവേയുടെ ലൈനാണ് തോന്നി വരുന്നത്. പാരാപ്പുള്ള നാല എൻ്റെ അമ്മേ നല്ല നാശം. ഡൽഹിയിൽ നമ്മൾ യാത്ര പുറപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് വരെ വെള്ളപ്പൊക്ക ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പം ഞാനിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി ഹോട്ടൽ റൂമിൽ ചെന്നിട്ടേ അടുത്ത പ്ലാൻ എന്താണെന്ന് തീരുമാനിക്കുള്ളൂ.
ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, അത് തീർത്തിട്ട് ഞാൻ തിരിച്ച് റൂമിലൊന്ന് റെസ്റ്റ് എടുക്കും. നിജാമുദ്ദീൻ സ്റ്റേഷൻ എന്ന് പറയുന്ന ലോക്മാന്യ തിലക് പോലെയാണ്, ഒരു വലിയ ഇതാണ്, എന്താ പറയുക, ലഗേജ് സ്റ്റേഷനാണ്. നമ്മുടെ സൈഡിൽ തന്നെ പ്ലാറ്റ്ഫോം. ഇത് ഏതാണോ പ്ലാറ്റ്ഫോം? 7 അപ്പോൾ അങ്ങനെ നമ്മൾ ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് എത്തുകയാണ്. ഇതൊരു വലിയ യാത്രയായിരുന്നു. സമയം 12:19. നമ്മൾ ഓൺ ടൈം ആണെന്ന് വിശ്വസിക്കുന്നു. അതൊരല്പം ലേറ്റാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പോൾ അങ്ങനെ 12,431 തിരുവേന്ദ്രം ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ് ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് എത്തിയിരിക്കുകയാണ്. പൊളിച്ച്. പ്ലാറ്റ്ഫോം നമ്പർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. പ്ലാറ്റ്ഫോം നമ്പർ കൂടെ കാണാമെന്ന് വെച്ചിട്ട് നമ്മുടെ ഈ വീടിനോട് വിട പറയാൻ സമയമായി. നമുക്ക് ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതൊക്കെ നമുക്ക് ഈ വീടിനോട് വിട പറയാം. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു ഇത്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു ഇത്. ആ യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. സങ്കടമുണ്ട്, സത്യമായിട്ടും സങ്കടമുണ്ട്. കാര്യം 8,000 രൂപയുടെ ട്രെയിൻ യാത്രയൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ ബാക്കി നമുക്ക് വിശേഷം നമുക്ക് പുറത്തിറങ്ങിയിട്ട് വരാം. ഞാൻ ലഗേജൊക്കെ നോക്കട്ടെ. അപ്പോൾ അങ്ങനെ 12:21, 8 മിനിറ്റ് ബിഫോർ ടൈം നമ്മുടെ 2,848 കിലോമീറ്റർ യാത്ര അവസാനിപ്പിച്ച് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് അപ്പുറത്തെ ഫുട് ഓവർ ബ്രിഡ്ജ് കയറണം. കാരണം എനിക്ക് സറായ് ഖാലേ ഖാൻ സൈഡിലോട്ടാണ് പോകേണ്ടത്. നമുക്ക് അപ്പുറത്തെ ഫുട് ഓവർ ബ്രിഡ്ജ് കയറി നമുക്ക് പുറത്തോട്ടിറങ്ങാം. ബാക്കി വിശേഷങ്ങളൊക്കെ പുറത്തിറങ്ങിയിട്ട് വരാം. ഭയങ്കര തിരക്കാണ് ഇവിടെ. ബാക്കിയെല്ലാം പുറത്തിറങ്ങിയിട്ട് ഞാൻ പറയാം. കൂട്ടുകാരെ, ഞാൻ ഒരു കാര്യം ഇപ്പോഴും ശ്രദ്ധിച്ച്, നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 7 വന്നത്. നമ്മൾ ഹസ്രത്ത് നിസാമുദ്ദീൻ്റെ പ്ലാറ്റ്ഫോം 7 എത്തിയിരിക്കുന്നത്. നമുക്കിനിപ്പോൾ ഇവിടുന്ന് പുറത്തോട്ട് പോകാം. ഈ ഫുട് ഓവർ ബ്രിഡ്ജ് കയറിയാൽ നമുക്ക് പുറത്തെത്താൻ പറ്റുന്നതാണ് ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞത്. നമുക്ക് ഇതുവഴി കയറി പോയേക്കാം. അപ്പോൾ ഇതാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ്റെ സറായ് ഖാലേ ഖാൻ സൈഡ് എക്സിറ്റ്. നമുക്കിവിടുന്ന് പതുക്കെ പുറത്തോട്ടിറങ്ങാം. നമ്മുടെ യാത്രയോടെ അവസാനിക്കുകയാണ്. ബാക്കി ഞാൻ ഹോട്ടൽ റൂമിലെത്തിയിട്ട് വൃത്തിയായിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ 2,800 കിലോമീറ്ററിൻ്റെ സോളോ റൈഡൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിലെത്തിയിരിക്കുകയാണ്. ഞാൻ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് വന്നു. സ്റ്റേഷന് പുറത്ത് നിന്നോ അവിടെ നിന്നൊന്നും ഒരു ഇതെടുക്കാൻ പറ്റുന്ന സാഹചര്യമില്ലായിരുന്നു. ഭയങ്കര തിരക്കും കാരണം ഒന്നിലധികം ട്രെയിനുകൾ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ യാത്രയുടെ എല്ലാ പാർട്സും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എല്ലാം കണ്ടിട്ടുണ്ടാവുന്നിരിക്കുന്നു, എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനിയൊരു പുതിയ വീഡിയോയിൽ കാണാം. അപ്പോൾ ഫീഡ്ബാക്ക്, സജഷൻസ്, കമൻസ് ഒക്കെ രേഖപ്പെടുത്തുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മെമ്പർഷിപ്പ് എടുക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു അടിപൊളി പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും this is Binay Shankar signing off from platform 7. See you again in another video. Until then, bye bye.